ഇന്ന് വളരെ ആശങ്കപ്പെടുത്തിയ ഒരു വാർത്തയാണ് കുറച്ചു മുൻപ് മുംബൈയിൽ നിന്ന് വന്നത്. മുംബൈയിൽ കുട്ടികളടക്കം 19 പേരെ ബന്ദികളാക്കിയ അക്രമിയെ വെടിവെച്ചു കൊന്നു. കമാൻഡോസിന്റെ വെടിയേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബന്ദികളാക്കിയ കുട്ടികളെ പോലീസും ദ്രുത പ്രതികരണ സേനയും ചേർന്ന് മോചിപ്പിച്ചിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആദ്യം सिंपल कॉन्वर्सेशंस करने हैं और जिसके लिए मैं इन बच्चों को हॉस्टेज लिया है। ये मैंने एक प्लान के तहत ही हॉस्टेज लिया है। लेट्स चेंज 4 मैं सच में करने वाला हूँ। अगर जिंदा रहा तो मैं करूँगा, अगर मैं मर गया तो कोई और करेगा, लेकिन होगा ज़रूर। इन्हीं बच्चों के साथ होगा अगर इनको हार्म नहीं होता है तो। അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, വളരെ ആശങ്കയോടെയാണ് നമ്മൾ ആ വിവരങ്ങൾ കേട്ടത്. ആശ്വാസം എന്ന് പറയുന്നത് എല്ലാവരെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു കമാൻഡോ ഓപ്പറേഷൻ? ഈ കുട്ടികളടക്കം ബന്ദികളാക്കിയിട്ടുള്ളവരെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവിടെ ഒരു ഏറ്റുമുട്ടൽ നടന്നു. പ്രത്യേകിച്ചും ക്വിക്ക് റെസ്പോൺസ് ടീമും അതുപോലെ കമാൻഡോയും ചേർന്ന് സംയുക്തമായി നടത്തിയിട്ടുള്ള ദൗത്യമായിരുന്നു. ഈ അക്രമിയുടെ കയ്യിലും ഒരു തോക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ രക്ഷപ്പെടുത്താനുള്ള ശ്രമം, അതായത് ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ കമാൻഡോകളും ക്വിക്ക് റെസ്പോൺസ് ടീമും കെട്ടിടത്തിന് അകത്തേക്ക് കയറിയപ്പോൾ അക്രമി കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് വെടിയുതിർത്തു എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരിച്ചടിക്കുകയും ചെയ്തു ഈ കമാൻഡോകളും അതുപോലെ ക്വിക്ക് റെസ്പോൺസ് ടീമും. ആ ഒരു ഏറ്റുമുട്ടലിലാണ് പ്രതിക്ക് സാരമായി തന്നെ പരിക്കേറ്റത്. പിന്നീട് ആശുപത്രിയിലേക്ക് പ്രതിയെ കൊണ്ടുപോയി. ആ ആശുപത്രിയിൽ വെച്ചാണ് പ്രതി മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കാലിന് വെടിയേറ്റു എന്നുള്ള കാര്യമായിരുന്നു പോലീസ് പറഞ്ഞത്. പക്ഷേ പ്രതിക്ക് സാരമായി തന്നെ പരിക്കേറ്റിരുന്നു. വെടിയേറ്റിട്ട് എന്തായാലും അക്രമി കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ ആശ്വാസമെന്ന് പറയാം, ഈ പോലീസ് സംഘത്തിലെ ആർക്കും, അതല്ലെങ്കിൽ ഈ ബന്ദികളാക്കിയിട്ടുള്ള കുട്ടികൾക്കോ മറ്റ് 2 പുരുഷന്മാർ കൂടി ഉണ്ടായിരുന്നു, ആർക്കും പരിക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് എന്തായാലും ഇപ്പോൾ പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന കാര്യം. പക്ഷേ ബന്ദികളാക്കിയിട്ടുള്ളവരെ, മോചിപ്പിച്ചവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവരുടെ മെഡിക്കൽ ടെസ്റ്റ് അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ നാടകീയമായിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെ തന്നെയാണ് മോചനം സാധ്യമായത് എന്നുള്ള കാര്യമാണ്. ഇപ്പോഴും എന്തുകൊണ്ട് അക്രമി വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ട് ഇത്തരത്തിൽ കുട്ടികളെ ബന്ദികളാക്കി വെച്ചു, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റീസൺ അല്ലെങ്കിൽ കാരണം ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. ഒരുപക്ഷെ പോലീസിന് അറിയേക്കാം, പക്ഷേ അത് ഇതുവരെയും പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം. ശരി അർജുൻ.